ഹായ്, ഞാൻ മണികണ്ഠൻ. തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലമാണ് എൻ്റെ സ്വദേശം. നിങ്ങളുടെ പ്രായം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് 100% ഉപകാരപ്രദമാണ്. ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം കേരളത്തിൽ 100% ഇംഗ്ലീഷ് സാക്ഷരത കൈവരിക്കുക എന്നതാണ്. നിങ്ങളതിൽ പങ്കാളിയാവുക. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ക്ലാസ് 2-3 പ്രാവശ്യം അടുപ്പിച്ച് കേൾക്കുക. അതിനുശേഷം എഴുതുകയും വായിക്കുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾക്കും ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും അനായാസം കഴിയും. ദാസൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ദാ വരുമ്പോൾ ഡീണ് വരാം. ഡി പേരെഴുതുമ്പോൾ എപ്പോഴും വലിയ അക്ഷരം എഴുതണം. പക്ഷെ ഞാനിവിടെയൊക്കെ ചെറിയ അക്ഷരമാണ് എഴുതിയിട്ടുള്ളത്. ഡ ആ അല്ലെങ്കിൽ ദ ആ, ഡ ആ അല്ലെങ്കിൽ ദ ആ. ദാസ് ആ, ദാസ എൻ. ദാസനെന്നും നമുക്ക് വായിക്കാം. ഡ ആ ഡ അല്ലെങ്കിൽ ദാസ് ആ സ എൻ, ദാസൻ. അപ്പോൾ ചോദിക്കാൻ TH എഴുതാൻ പറ്റും, അപ്പോൾ താസനായി മാറും അല്ലേ. DH വന്ന ധ വരും, അത് ശരിയാവോ? ഇല്ല. അപ്പോൾ ദാസന് DA ദാ സ് ആ സ എൻ, ദാസൻ എന്ന് വായിക്കണം. ഇനി ദിവാകരൻ, ദിവാകരൻ എന്ന് തന്നിട്ടുണ്ട്. ദി അല്ലേ, ഡി ഐ ദി ദി വ് ആ ദിവാ ദിവാ, ക ആ ക ദിവാക, ര ആ ര എൻ. നോക്കൂ, ഡി ഐ ദി, വ് ആ വ ദിവാ ദിവാ, ക ആ ക ദിവാക, ര ആ ര എൻ, ദിവാകരൻ. ദിവാകരൻ എന്ന് വായിക്കേണ്ട, ദിവാകരൻ എന്ന് നമുക്ക് വായിക്കണം. ഇനി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ദ്രാ വന്നു കേട്ടോ. ദാ ഇങ്ങനൊരു ദീർഘിട്ട് കഴിഞ്ഞാൽ ദ്രാ എന്ന് വായിക്കണം. ദ്രാ വി ഡ എൻ, ദ്രാവിഡൻ. എന്താണ് വായിക്കുക? ദ്രാവിഡൻ. അപ്പോൾ ഇങ്ങനത്തെ മലയാള അക്ഷരത്തിന് ദ്രാ എന്നാണ് വായിക്കുക. ദീർഘിട്ടപ്പോൾ ദ്രാ എന്ന് നമുക്ക് വായിക്കണം. ദ്രാ വി ദ്രാവി ഡ. ഈ സാ മറച്ചിടുന്നത് ഡ എന്ന് ഉച്ചരിക്കുക കേട്ടോ. ഡ എൻ, ദ്രാവിഡൻ. ദ അല്ലേ, ദൃ DR ദൃ ആ, ദ്രാ വ് ഐ ടു വി ദ്രാവി, ഡ ആ എൻ. എന്താണ്? DR ദൃ ആ ദ്രാ വ് ഐ ദ്രാവി, ഡ ആ ഡ എൻ, ദ്രാവിഡൻ. ഇനിയാണ് ഡ്രാക്കുള. കേട്ടില്ലേ, ഡ്രാക്കുള. DR ഡ്രാ അല്ലേ. ഇവിടെ ദ്രാ വന്നു, ഇവിടെ ഡ്രാ വന്നു. സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് തന്നെ അല്ലേ. അപ്പോൾ സന്ദർഭം നോക്കി നമ്മൾ നോക്കണം. ഡ്രാക്കുള എന്ന് വായിക്കാൻ പറ്റൂല അല്ലേ. ഇവിടെ ഡ്രാക്കുള എന്ന് തന്നെ വായിക്കണം. ഇവിടെ ദ്രാ എന്ന് എഴുതി, ഇവിടെ ഡ്രാ എന്നായി. വ്യത്യാസം മനസ്സിലായില്ലേ? ഉച്ചാരണത്തിൻ്റെ വ്യത്യാസം. ഡ്രാ. ഇവിടെ കേക്ക് പകരം സി ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. സി ആണ് കൊടുക്കാറ് കേട്ടോ ഡ്രാക്കുളയ്ക്ക്. DR KU എഴുതാറില്ല, സി ആണ് എഴുതാറുള്ളത്. ഡ്രാക്കു ള് ആ ഡ്രാക്കുള. അങ്ങനെ DR ഡ്രാ കു ള് ആ ഡ്രാക്കുള. ഇനി ഡാവിഞ്ചി. ഡാവിഞ്ചി. അപ്പോൾ നോക്കൂ, ഡ ആ ഡാ വ് വി വിൻ, ഡാവിൻ. ഡാവിഞ്ചി ട്ടാ. ചീന്നും ഇഞ്ചിന്നും വായിക്കുക. ഡാവിഞ്ചി. എൻ വന്നുകൊണ്ടാണ് ഇഞ്ചി വന്നത്, അല്ലെങ്കിൽ ഡാവിച്ചിയാവും. എൻ വന്നപ്പോൾ ഇഞ്ചി ഡാവിഞ്ചി. ഡാഗിനി ഡാകിനി ഡാഗിനി. ഡാ ഡി അല്ലേ, ഡാ KI കി ഡാക്കി നി ഡാഗിനി. ഡാഗിണി എന്നും നമുക്ക് വായിക്കാം. ഇനിയാണ് ഡെൽമ. ഡെൽമ എന്ന് പേര് കേട്ടിട്ടില്ലേ? ഡെൽമ. ആ, DA അല്ലേ. DE വന്നപ്പോൾ ഡേ. ഡാ എന്ന് വായിക്കുമോ? ഇല്ല, ഡേ. ഡെൽ മ ആ ഡെൽമ. അങ്ങനെ DE ഡേ എൽ ഡെൽ മ ആ ഡെൽമ. ഇനിയാണ് ഡാലിയ. പൂക്കൾ കണ്ടിട്ടില്ലേ ഡാലിയുടെ? അപ്പം ഡ ആ ഡാ ലി ഡാലി യ ആ ഡാലിയ. ഡ ആ ഡാ ലി യ ഡാ.
ധന്യ. ഞാൻ മറിച്ചിടുന്നത് ധ ട്ടാ. ഞാൻ മറിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ടപ്പോൾ ധ എന്നാ വായിക്കും. ധന്യ പേരാണ് ധന്യ. അപ്പം ആ ധ വരണമെങ്കിൽ ഡി എച്ച് വേണം. ഡി എച്ച് ധ ആ ധ ധൻ ഞ ഞ എൻ വയ്യ വരുമ്പോൾ ഞ ട്ടാ. എൻ വയ്യ വരുമ്പോൾ ഞ എന്ന് വരുള്ളൂ. അപ്പം ധന്യക്ക് ഡി എച്ച് ധ ആ ധ ധൻ ഞ യ ട്ടാ. ധന്യ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ധർമ്മജൻ. ധർമ്മജൻ ഞാൻ മറിച്ചിടുന്ന ധ അല്ലേ. അപ്പോൾ ഡി എച്ച് ആ. അപ്പോൾ ഡി എച്ച് വരുമ്പോൾ ധ ആ ധ അർ ധർ മ ആ മ ധർമ്മ ജ ആ ധർമ്മജ എൻ. ഡി എച്ച് ധ ആ ധ അർ ധർ മ ആ മ ധർമ്മ ജ ആ എൻ ധർമ്മജൻ. ഇനി ധനലക്ഷ്മി. ധനലക്ഷ്മി എന്ന് വായിക്കാം കേട്ടാ. അല്ലാണ്ട് ധനലക്ഷ്മി അങ്ങനെ വായിക്കരുത്. എന്താ വായിക്കേണ്ടത്? ധനലക്ഷ്മി. ധനലക്ഷ്മി. അപ്പോൾ ഡി എച്ച് ധ ആ ധ ന ആ ധന. ഡി എച്ച് ധ ആ ധ ന ആ ന ല ആ ധന ല ക്ക് ലക് ധനലക്. എസ് എച്ച് ഷ് ധനലക്ഷ്. അപ്പം നോക്കൂ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡി എച്ച് ധ ആ ധ ന ആ ന ല ആ ല. അപ്പോൾ ധന ല ക്ക് ധനലക്ക്. ഷ് എസ് എച്ച് ഷ് ധനലക്ഷ് മ അയ്യിട്ടു മീ ധനലക്ഷ്മി. ധനികൻ. ധനികൻ. അപ്പോൾ ഡി എച്ച് അല്ലേ ഞാൻ മറിച്ചിട്ടപ്പോൾ ഡി എച്ച് ധ ആ ധ ന ഐ നി ധനി ക ആ ഖ എൻ ധനികൻ. ഡി എച്ച് ധ ആ ധ ന നി ക ആ കൻ ധനികൻ. ധർമ്മപത്നി. ധർമ്മപത്നി. അപ്പോൾ ഡി എച്ച് അല്ലേ ധ ആ ധ അർ ധർ മ ആ ധർമ്മ പ ആ പ ത് ടി എച്ച് വരുമ്പോൾ ത് പത്ത് ന ഐ പത്നി. പത്നി ട്ടാ. പത്നി എന്ന് വായിക്കില്ല പത്നി. അങ്ങനെ ഡി എച്ച് ധ ആ ധ അർ ധർ മ ആ മ ധർമ്മ പ പി എ പ ത് പത്ത് നി എൻ ഐ പത്നി. ധർമ്മ പത്നി. ധനുമാസം. എന്താണ്? ധനുമാസം. ധനുമാസം. അപ്പോൾ ഡി എച്ച് തന്നെ വരും ധ ത് ധ ധ ന ഉ ധനു ധണു ധനു മ ആ മ മാ സ് ആ സ അം. ഡി എച്ച് ധ ആ ധ ന ഉ നു ധനു മ ആ മ മാ ധനു മാ സ് ആ സ അം ധനുമാസം. ധരണി. എന്താണ്? ധരണി. അപ്പം ഡി എച്ച് ധ ആ ധ ധ ര ആ ധര ധ ധ ര ആ ധര ണ നി ധരണി. ഡി എച്ച് ആ ധ ര ആ ര ധര ണ നി ധരണി. ഇതുവരെ നിങ്ങൾ മംഗ്ലീഷീകരിക്കാനാണ് പഠിച്ചത് അല്ലേ. ഇനി നമുക്ക് കുറേശ്ശെ ഏതിലേക്ക് കടക്കണം? ഇംഗ്ലീഷിലേക്ക് കടക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ സ്റ്റെപ്പുകൾ നോക്കൂ. നമ്മൾ ഡിക്ക് നമ്മൾ ഡ അല്ലെങ്കിൽ ദ എന്ന് പഠിച്ചു. ഓ വന്നപ്പോഴും ഓ അല്ലെങ്കിൽ ആ എന്ന് പഠിച്ചു അല്ലേ. പക്ഷേ ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിയുടെ കൂടെ ഓ വന്നു കഴിഞ്ഞാൽ ദോ എന്ന് വായിക്കരുത്. നമ്മൾ എന്ത് വായിക്കണം? ഡു എന്ന് വായിക്കണം. അപ്പോൾ ഡു എന്ത് വായിക്കും നിങ്ങൾ? ഡി ഒ വന്നു കഴിഞ്ഞാൽ ഡു എന്ന് വായിക്കണം. ഡി ഒ ഡു. അങ്ങനെ ഇപ്പം തന്നെ നിങ്ങൾ തലയിൽ കയറ്റണം. അതിൻ്റെ അർത്ഥം ചെയ്യുക എന്നാണ്. ഐ ഡു ഞാൻ ചെയ്യാറുണ്ട്, ചെയ്യുന്നു. കണ്ട. ഇനി ഡി ഐ ഡി അല്ലേ. ഡി ഐ വരുമ്പോൾ ഡി ഒരു ഡി ചേർത്തു. അപ്പോൾ എന്തായി? ഡി ഐ ഡി. ഐ നമ്മൾ വള്ളിയിടാൻ ഉപയോഗിക്കാറ് അല്ലേ. അപ്പോൾ ഡി ഐ ഡി ഡിഡ് എന്ന് വായിച്ചു. അപ്പോൾ അതെ ഡിഡ് അർത്ഥം എന്തായിരിക്കും? ചെയ്തു. അപ്പോൾ ഡു ചെയ്യുകയാണെങ്കിൽ ഡിഡ് ചെയ്തു എന്നായിരിക്കും ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം വരിക. ഡി എ ഡ ഡ അല്ലേ. ഡ ഡെ ഐ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോരും? ഡെയ്. എന്താണ്? ഡെയ്. എല്ല് വന്നു. ഡെയില് ഡെയില്. വൈ അല്ലേ. വൈ വള്ളിയിടാനല്ലേ ഉപയോഗിക്കുന്ന. അവസാനം വന്നാൽ ഡെയിലി. എന്താ വായിക്കുക? ഡെയിലി. ഡെയിലി എന്നും എല്ലാ ദിവസവും എവരി ഡേ അല്ലേ. ഡെയിലി. ഡി എ ഐ ഡെയിലി വള്ളി അല്ലേ. ഐ ഇട്ടപ്പോൾ വള്ളിക്ക് തുല്യമായി. ഡെയിലി എല്ലാ ദിവസവും
എന്നും. ഡി എ ഡ ഡേ, ഡി എ ഡ ഡേ. എം ഡേം, ഡേം അല്ലേ, ഡാം. ഈ വന്നു, അപ്പോൾ എന്ത് പറഞ്ഞു? അവസാനം ഈ എം കഴിഞ്ഞിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ, ഡെയിം. എന്താണ് വായിക്കുക? ഡെയിം എന്നാണ് ഉച്ചരിക്കുക. അപ്പോൾ DAME കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡേം എന്ന് വായിക്കണം. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? വീട്ടമ്മ അല്ലെങ്കിൽ കുടുംബിനി. അടുത്ത് നോക്കൂ, DE ഡേ, ഇ ഡീർ അല്ലേ, ഡിയർ. ഡിയർ എന്ന് വായിക്കാം, ഡിയർ എന്ന് വായിക്കാം അല്ലേ. നമുക്ക് ഡിയർ എന്ന് വായിച്ചാൽ മതി. DEAR ഡിയർ എന്ന് വായിക്കാം. ഡിയർ, പ്രിയൻ നിറഞ്ഞവൻ, പ്രിയൻ നിറഞ്ഞവൾ അല്ലേ, പ്രിയൻ നിറഞ്ഞ. ഡിയർ ഫ്രണ്ട് ഇതൊക്കെ കണ്ടിട്ടില്ല നമ്മൾ? പ്രിയൻ നിറഞ്ഞ അല്ലെങ്കിൽ പ്രിയൻ നിറഞ്ഞവൻ. ഇനി DA ഡേ, TE ഡേറ്റ്, DATE ഡേറ്റ്. എന്താണ് ഡേറ്റ്? ഡേറ്റ് ദിവസം. ഡേറ്റ് എന്താണ്? ദിവസം. അടുത്തതാണ് DAB ഡാബ്. എന്താ വായിക്കുക നമ്മൾ? DAB ഡാബ്. പതുക്കെ അമർത്തുക, പതുക്കെ അമർത്തുകയില്ലേ. അപ്പോൾ DAB ഡാബ്, പതുക്കെ അമർത്തുക. ഇങ്ങനെ പതുക്കെ നമ്മൾ അമർത്തും, അതിന് പറയുന്ന പേരാണ് ഡാബ് എന്ന്. അപ്പോൾ ഡാബ് പതുക്കെ അമർത്തുക. ഡിയുടെ കൂടെ എ വന്നപ്പോൾ ഡാ വന്നു അല്ലേ, ഡാ ഡാ. എം വന്നപ്പോഴോ ഡാം അല്ലേ, ഡാം. എന്താ വായിക്കുക? അണക്കെട്ട്. അപ്പം അണക്കെട്ടിന് ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? DAM ഡാം. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോകണം നിങ്ങൾ കേട്ടോ. DAM ഡാം, അണക്കെട്ട്. ഇനി നോക്കൂ, DEAF ഡീഫ് എന്ന് വായിക്കില്ല, ഡഫ് എന്നാണ് വായിക്കുക. എന്താ വായിക്കുക? ഡഫ്. ചെവി കേൾക്കാത്ത, ചെവി കേൾക്കാത്ത. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഡഫ്. മനസ്സിലായോ? ഇനി DR ഡ്ര് അല്ലേ, ഐ വന്നപ്പോഴോ ഡ്രി, DRI ഡ്രി. N വന്നപ്പോഴോ ഡ്രിൻ, ഡ്രിൻ. കെ ഡ്രിങ്ക്. എന്താ? DRINK ഡ്രിങ്ക്, ഡ്രിങ്ക്. എന്താ? ഡ്രിങ്ക്. എന്താണ്? കുടിക്കുക, ഡ്രിങ്ക് കുടിക്കുക. ഐ ഡ്രിങ്ക് മിൽക്ക്, ഐ ഡ്രിങ്ക് ജ്യൂസ്. എന്താ? അപ്പം DRINK ഡ്രിങ്ക്, കുടിക്കുക. അപ്പോൾ ഡ്രിങ്കിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? DRI ഡ്രി, ഇൻ, ഡ്രിങ്ക്, ഡ്രിങ്ക്, കുടിക്കുക. DR ഡ്ര് അല്ലേ, ഡ്രാ, ഡ്രാ, ഡ്രേ, ഡ്രാ. N ഡ്രാങ്, ഡ്രാങ്ക്, 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 കുടിച്ചു. അപ്പോൾ ഡ്രിങ്കിൻ്റെ കഴിഞ്ഞ രൂപം എന്തായിരിക്കും? ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രിങ്ക്, ഡ്രാങ്ക്. DA ഡാർ, ഡാർക്ക്, ഡാർക്ക്. എന്താണ് ഡാർക്ക്? ഡാർക്ക് ഇരുട്ട്, ഇരുണ്ട, ഇരുട്ട് എന്നൊക്കെ നമുക്ക് വായിക്കാം ഡാർക്കിന് കേട്ടോ. DARK ഡാർക്ക്, ഇരുട്ട്. DA ഡാൻ, CE. അപ്പോൾ സി കഴിഞ്ഞ് ഈ വന്നപ്പോൾ നമ്മൾ എന്ത് വായിക്കുക? സ് അല്ലേ. അപ്പം DANCE ഡാൻസ്, നൃത്തം. ഇതിങ്ങനെ ഞാൻ ഇട്ടുള്ളൂ കേട്ടോ, നൃത്തം. ഡാൻസിൻ്റെ മലയാള അർത്ഥം എന്താണ്? നൃത്തം. കണ്ടിട്ടില്ലേ നൃത്തം? DO ഡോക്ക്, ഡോക്ക് അല്ലേ, DOC വരുമ്പോൾ ഡോക്ക്. ഡോക്ട്, ഓക്കി എന്ന് ഉച്ചരിക്കും. ഡോക്ടർ, ഡോക്ടർ എന്ന് വായിക്കില്ല, നമ്മൾ ഡോക്ടർ എന്നാണ് വായിക്കുക. ഡോക്ടർ. ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ കാണാറുള്ള ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു വേർഡാണ് ഡോക്ടർ. റോഡ് സൈഡിലൊക്കെ കാണാം അല്ലേ, ഡോക്ടർമാരെ വീടിന് മുന്നിൽ ഡോക്ടർ. രോഗികളെ പരിശോധിക്കുന്നവൻ, ഭിഷഗ്വരൻ എന്നും പറയും മലയാളത്തിൽ. അപ്പോൾ ഡോക്ടർ. അപ്പോൾ ഡോക്ടറിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? DOCTOR ഡോക്ടർ. DED BA ഡിബേ, TE ഡിബേറ്റ്. എന്താ വായിക്കുക? DEBATE ഡിബേറ്റ്, ഡിബേറ്റ്, ഡിബേറ്റ്. ചർച്ച കണ്ടിട്ടില്ലേ നിങ്ങൾ ടി വിയിൽ? കൂട്ടമായിട്ടുള്ള ചർച്ചകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദങ്ങൾ നടക്കും. ചർച്ച അല്ലെങ്കിൽ സംവാദം, ഡിബേറ്റ്. അപ്പോൾ DAN ഡേഞ്ച്, 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 ഡേഞ്ചർ, ഡേഞ്ചർ, ഡേഞ്ചർ. എന്താണ്? അപകടം. ട്രാൻസ്ഫോമറൊക്കെ കണ്ടിട്ടില്ലേ ഇലക്ട്രിസിറ്റിയുടെ? അവിടെ കാണാം ഡേഞ്ചർ. എന്താണ് ഡേഞ്ചർ? അപകടം. അപ്പോൾ ഡേഞ്ചറിൻ്റെ സ്പെല്ലിംഗ് എന്തായിരിക്കും? DANGER
GER ഡേഞ്ചർ, ഡേഞ്ചർ അപകടം. DEA ഡേ, ഡി എന്ന് വായിക്കില്ല, TH ഡെത്ത്. അപ്പം DEATH എന്ത് വായിക്കും നമ്മൾ? ഡെത്ത് എന്ന് വായിക്കും. ഡെത്ത് എന്താണ് അർത്ഥം? മരണം, ഡെത്ത്. അപ്പം ഡെത്തിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? DEATH ഡെത്ത്, മരണം. DEBT ഡേ, ഡെബ് റ്റ് ഡെപ്റ്റ്. എന്താണ്? ഡെബിറ്റ്, ഡെപ്റ്റ്. DEBT ഡെപ്റ്റ്, കടം. അപ്പോൾ കടത്തിന് ഇംഗ്ലീഷ് എന്താ പറയുക? ഡെപ്റ്റ്, കടം. DA ഡാമേജ്. DAMAGE എന്ത് വായിക്കും നമ്മൾ? ഡാമേജ്, കേടായ, മോശമായ. ഡാമേജ്, കേടായ. DEBUNK അപ്പം ഡിബു അല്ലേ? ഡിബു. അപ്പം ഡിബൻ. യുവിന് ആന്നുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. യുവിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ DEDBU അപ്പം ഡിബ. ഡിബങ്ക്, ഡിബങ്ക്. എന്താ ഡിബങ്ക്? മുഖം മൂടി വലിച്ചു കീറുക. അതാണ് ഡിബങ്ക്, മുഖം മൂടി വലിച്ചു കീറുക. ഇനി നോക്കൂ, DEDBUT ഡിബൂട്ട് എന്ന് വായിക്കുമോ? ഇല്ല. ഇവിടെ ടി സൈലൻ്റ് ആണ് വരിക. എന്താണ്? ടി സൈലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡബ്ല്യു എന്ന് വായിക്കണം. എന്താണ് വായിക്കുക? ഡബ്ല്യു. DEBUT ഡബ്ല്യു. എന്താണ് ഡബ്ല്യു? അരങ്ങേറ്റം കുറിക്കുക. നമ്മൾ നൃത്തമൊക്കെ അരങ്ങേറ്റം കുറിക്കൂലേ? അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യുവിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? DEBUT. ഇനി DED CI ഡിസൈഡ്. ഡിസൈഡ്. എന്താണ് ഡിസൈഡ്? നിർണയിക്കുക. എന്താണ് ഡിസൈഡിൻ്റെ അർത്ഥം? നിർണയിക്കുക. ഇവിടെ നിങ്ങൾ ഒരു ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ്. DECEASE എന്താണ്? DECEASE ഡിസീസ്, മരണപ്പെട്ട. ഡിസീസ്, മരണപ്പെട്ട. സ്പെല്ലിംഗ് ഒന്നുകൂടി നോക്കിക്കോട്ടാ. DECEA ഡിസീസ്, ഡിസീസ്, മരണപ്പെട്ട. ദാ മറ്റൊരു ഡിസീസ് വരുന്നു. ഈ മാറിയിട്ട് എന്തായി? ഐ വന്നു. സി മാറിയിട്ട് എസ് വന്നു. അപ്പം എന്താ മാറി? ഡിസീസ്. ബാക്കിയൊക്കെ കണക്ക് തന്നെ. ഡിസീസ്, അസുഖം. ഈ ഡിസീസ് മരണപ്പെട്ടത്, ഈ ഡിസീസ് അസുഖം. മാറിയതാണ്. ഐയും എസ്സും മാറി, ഇയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി. മനസ്സിലായ? അപ്പോൾ ഈ ഡിസീസാണെങ്കിൽ മരണപ്പെട്ടതും ഈ ഡിസീസാണെങ്കിൽ അസുഖവും ആയി വായിക്കണം. ഇനി DA ഡേ, BB ഡാബ്, LE ഡാബിൾ എന്നാണ് വായിക്കുക. എന്താണ്? ഡാബിൾ. എന്താ വായിക്കുക? ഡാബിൾ. പറ്റാത്ത പണി ചെയ്യുക. നമുക്ക് പറ്റാത്ത പണി ചെയ്യുക, ഡാബിൾ. നനയ്ക്കുക എന്നർത്ഥമുണ്ട്, വെള്ളം തെളിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. നമുക്ക് ഇതെടുത്താൽ മതി. അപ്പം ഡോണ്ട് ഡാബിൾ അല്ലേ? അപ്പം DABBLE ഡാബിൾ, പറ്റാത്ത പണി ചെയ്യുക. ഈ തന്നിട്ടുള്ള വാക്കുകൾ നിങ്ങൾ നന്നായി കുറേശ്ശെ എഴുതി പഠിക്കണം. നമ്മൾ ഇംഗ്ലീഷിലേക്ക് കടക്കണ ചെയ്യുന്നത് കുറേശ്ശെ മലയാളവും ഇംഗ്ലീഷും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിൽ യാതൊരു മടിയും നിങ്ങൾ കരുതേണ്ടതില്ല. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ മറ്റൊരു ഭാഗവുമായി വരുന്നവരെ ബായ്.